നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയില് ചാടി ഒടുവിൽ കിണറ്റിൽ നിന്നും പൊങ്ങിയ ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ ജയില് മാറ്റിയിരിക്കുകയാണ്. അതീവ സുരക്ഷയെന്ന് കേരളം വാദിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നായ വിയൂർ ജയിലിലേക്കാണ് ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമിയെ മാറ്റിയിരിക്കുന്നത്. ഗോവിന്ദച്ചാമിയുടെ ഒളിച്ചോട്ടവും അതുപോലെ തന്നെ ഗോവിന്ദച്ചാമിയെ ഈ മുങ്ങിയെടുത്തു നിന്ന് പൊങ്ങിയ സാഹചര്യവും കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്തതും അതിനുശേഷം ഈ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയതും ഒക്കെ തന്നെ ദൃശ്യങ്ങളിൽ പകർത്താൻ വന്ന മാധ്യമ പ്രവർത്തകരോട് വളരെ മോശമായ ലൈംഗിക ചുവയോടുകൂടിയുള്ള ചേഷ്ടകളാണ് ഗോവിന്ദച്ചാമി കാട്ടിയത് എന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഒരു സമൂഹ മാധ്യമം വഴി ഇത്തരത്തിലുള്ള ഒരു മാധ്യമ ചാനൽ വഴി പുറത്തുവിടാൻ തൽക്കാലം നിർവാഹമില്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലാണ് ഗോവിന്ദച്ചാമി പെരുമാറിയിരിക്കുന്നത്. സത്യത്തിൽ ഗോവിന്ദച്ചാമിയുടെ ഓരോ ആക്ഷനും ഓരോ ആംഗ്യവും അത് കേരള സമൂഹത്തോടാണ്. മാത്രവുമല്ല, കേരള സമൂഹത്തിനോട് മാത്രമല്ല, നമ്മുടെ നീതിപീഠത്തോടു കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം അഹങ്കാരം പിടിച്ച ഒരു നീക്കം തന്നെയായിരുന്നു ഗോവിന്ദച്ചാമി നടത്തിയിരുന്നത്. മാത്രമല്ല, ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഇയാൾ എത്രത്തോളം ലൈംഗിക അടിമയാണെന്നും എത്രത്തോളം വൈകൃതമുള്ള വ്യക്തിയാണ് എന്നും ഡോക്ടർമാരുടെ അടക്കം റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ പോലും ഗോവിന്ദച്ചാമിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും പിന്നീട് വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോകാനും വനിതാ ഉദ്യോഗസ്ഥരെ നിയമിച്ചത് എന്തിനാ എന്ന ചോദ്യം വരുന്നുണ്ട്. ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ വനിതാ ജീവനക്കാരും ഗോവിന്ദച്ചാമിയോടൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനിടയായി. എന്തിനാണ് അവരെ ഇത്തരത്തിൽ വളരെ അതായത് ഗോവിന്ദച്ചാമി പിടികൂടിയ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒരു ഗവൺമെന്റ് ഡോക്ടറിനെ പോലും നോക്കി വല്ലാത്ത നോട്ടം നോക്കി വല്ലാത്ത രീതിയിലേക്ക് ഗോവിന്ദച്ചാമി മാറി എന്നൊക്കെ പറഞ്ഞ സാഹചര്യം നിൽക്കുമ്പോഴും എന്തിനാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കിട്ടത് എന്ന ചോദ്യം ഉയരുകയാണ്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അവർ ഭയന്ന് ഇയാളുടെ അടുത്ത് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. അവരെ അടിമുടി നോക്കുന്ന നോട്ടം മതി ഒരുപക്ഷെ വനിതകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉരുകാൻ. പക്ഷേ അവരുടെ കയ്യിൽ നിന്നും നല്ലപോലെ ഗോവിന്ദച്ചാമിക്ക് ഒരു ഇടി കിട്ടിയാൽ, കൂമ്പിനിട്ടൊരു ഇടി കിട്ടിയാൽ തീരാവുന്നതുള്ളേ ഉള്ളൂ ഇവന്റെ ഈ നോട്ടം എന്നൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും വനിതാ ഉദ്യോഗസ്ഥരെ ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഈ ഗോവിന്ദച്ചാമിക്ക് ഡ്യൂട്ടി കിട്ടത് എന്തിന് എന്ന ചോദ്യമാണ് ഉയർന്നത്. പക്ഷേ ഒരു വലിയ പോലീസ് വലയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം വരുന്നുണ്ട്. എന്തായാലും ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഗോവിന്ദച്ചാമി രക്ഷപ്പെടില്ലായിരുന്നു എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഗോവിന്ദച്ചാമി വർഷങ്ങളായി ജയിൽ ചാടാൻ പ്ലാനിംഗ് നടത്തി വരികയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആദ്യം ജയിൽ അധികൃതരിൽ നിന്നും താൻ ജയിൽ ചാടാൻ ഉദ്ദേശമുള്ള ആളല്ല എന്ന ബോധം വളർത്തിയെടുത്തു. ഇതിനുശേഷമാണ് എങ്ങനെ ജയിൽ ചാടണമെന്ന പ്ലാനിംഗ് അടക്കം ചാമി നടത്തിയത്. പല വിധത്തിൽ ജയിൽ ചാട്ട ആലോചനകൾ നടന്നുവെന്നാണ് സൂചന. മതിൽ തുറന്ന് ജയിൽ ചാടാനാണ് ഗോവിന്ദച്ചാമി ആദ്യം ശ്രമിച്ചത്. ഇതിന് ശ്രമം തുടങ്ങിയെങ്കിലും എളുപ്പമല്ല എന്ന് കണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ക്വാറന്റൈൻ വാർഡിന്റെ 6 മീറ്റർ ഉയരമുള്ള മതിൽ ഒരാൾക്ക് കടക്കാവുന്ന വട്ടത്തിൽ 10 സെന്റിമീറ്ററോളം കമ്പി കൊണ്ട് തുറന്നെങ്കിലും ആ ശ്രമം ഉപേക്ഷിച്ചു. 10ാം ബ്ലോക്കിൽ നിന്നും പുറത്തു കടന്ന് മുൻപെടുത്തു വെച്ച കമ്പി കൊണ്ട് മതിൽ തുറക്കുകയായിരുന്നു ഇയാൾ. വിചാരിച്ച വേഗത്തിൽ തുറക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പദ്ധതി ഉപേക്ഷിച്ചത്. ഇതിനുശേഷമാണ് ജയിൽ ചാട്ടത്തിന് മറ്റു മാർഗങ്ങളും ഇയാൾ ആലോചിച്ചത്. എന്നാൽ ലഭിക്കുന്ന വിവരം 2011 മുതൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗോവിന്ദച്ചാമി ഏറെക്കാലം ജയിൽ അധികൃതർക്ക് തലവേദനയായിരുന്നു എന്നാണ്. എന്നാൽ 3 വർഷമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയിൽ ചാടാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് അധികൃതർ കരുതിയതുമില്ല. ജയിലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ പ്രശ്നമുണ്ടാക്കിയതിന് 10 മാസം തടവിന് ശിക്ഷിച്ചിരുന്നതായി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദച്ചാമിക്കൊപ്പം തന്നെ സഹതടവുകാരൻ സുരേഷ് കണ്ണനെയും ജോലി ചെയ്യിക്കാറില്ല. മാനസിക ദൗർബല്യത്തിന് ചികിത്സയിൽ കഴിയുന്നയാളാണ് സുരേഷ്. ഇവർ തമ്മിൽ സെല്ലിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാറുമില്ല. മരുന്ന് കഴിക്കുന്നതിനാൽ രാത്രി 10 ആകുമ്പോഴേക്കും സുരേഷ് ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമി സെല്ലിന്റെ ഇരുമ്പഴി മുറിക്കുന്നത് അറിഞ്ഞില്ല എന്നാണ് നിഗമനം. അതേസമയം സുരേഷിന് പദ്ധതി അറിയാമായിരുന്നെങ്കിലും ജയിൽ ചാടാൻ നിന്നില്ലെന്നുമാണ് വിവരം. ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമി നടത്തിയത് 3 വർഷത്തെ തയ്യാറെടുപ്പും ആസൂത്രണവുമാണ്. ഉത്തരമേഖല ജയിൽ DIG വി ജയകുമാറിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത്. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത്. ജയിൽ ചാട്ടത്തിന് എലിയെ പോലും ഗോവിന്ദച്ചാമി ടൂളാക്കി. സെല്ലിലേക്ക് എലി കയറുന്നത് തടയാൻ വാതിലിന് താഴെ തുണി തിരുകി വെക്കാൻ ഗോവിന്ദച്ചാമി ജയിൽ അധികൃതരുടെ അനുമതി തേടി. വാതിലിലെ ഇരുമ്പ് കമ്പി അറുത്തുമാറ്റുന്നത് ആരും കാണാതിരിക്കാൻ തുണി ഉപയോഗിച്ച് മറച്ചു. കമ്പി മുറിക്കാനുള്ള ചെറിയ ആയുധങ്ങൾ 3 വർഷം മുൻപേ ഇയാൾ ശേഖരിച്ചു. രാത്രികളിലാണ് കമ്പി മുറിച്ചത്. പുതപ്പും തുണിയും ഉപയോഗിച്ച് സ്വന്തം ഡമ്മിയും ഇയാൾ ഉണ്ടാക്കി. അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഡമ്മി പുതപ്പിച്ചിട്ട ശേഷം സെല്ലിന് പുറത്തു കടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമി ജയിൽ വളപ്പിലെ മതിലിനടുത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും ജീവനക്കാർ അത് കണ്ടതേയില്ല.
24 മണിക്കൂർ നിരീക്ഷണം വേണ്ട CCTV പരിശോധിക്കാനും ആരും ഉണ്ടായില്ല. കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള സെല്ലുകളിൽ കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ട പരിശോധനയിലും വീഴ്ചയുണ്ടായി. ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയ സമയം സെല്ലിന്റെ പരിസരത്തും വെളിച്ചം ഉണ്ടായിരുന്നില്ല. ഗുരുതര വീഴ്ച വരുത്തിയ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഗോവിന്ദച്ചാമിക്ക് ജയിലിനുള്ളിൽ നിന്ന് ആരുടെയും സഹായം ലഭിച്ചില്ല എന്നാണ് അധികൃതരുടെ നിലപാടെങ്കിലും അക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നും DIG ആവശ്യപ്പെട്ടു. അതിനിടെ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലുകളിൽ നടത്തിയ പരിശോധനയിൽ ഒട്ടേറെ ചെറു ആയുധങ്ങൾ പിടികൂടി. ജയിലിൽ കഴിയുന്ന ഗുണ്ടകളുടെ സെല്ലിൽ നിന്നാണ് ആയുധങ്ങൾ കൂടുതലും പിടികൂടിയത്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായി ഇരുമ്പ് കമ്പി മുറിച്ചതിന് ഗോവിന്ദച്ചാമിയുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുത്തു. B സെല്ലിലെ ഇരുമ്പ് കമ്പിയുടെ അടിഭാഗം അരം പോലെയുള്ള ആയുധം ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 1:35 ഇയാൾ പുറത്തുവന്നത്. സെൻട്രൽ ജയിലിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ യഥേഷ്ടം ലഭിക്കുമെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി മൊഴി നൽകിയിട്ടുണ്ട്. ജയിൽ ചാടിയ ദിവസം രാത്രിയിലും കഞ്ചാവ് വലിച്ചിരുന്നു. കഞ്ചാവ്, മാഹിയിൽ നിന്നുള്ള മദ്യം എന്നിവ എത്തിച്ചു നൽകാൻ പ്രത്യേകം ആളുകൾ ഉണ്ടെന്നും ഇയാൾ പറയുന്നു. കയ്യിൽ പണമില്ലാത്തതിനാലും പുറത്തുനിന്ന് ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകാൻ ആളില്ലാത്തതിനാലും ലഹരി വസ്തുക്കൾ കിട്ടാറില്ല. മട്ടൻ കറി ഉൾപ്പെടെയുള്ളവ പകരം നൽകിയാണ് താൻ സഹതടവുകാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നത് എന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. മൊഴി പോലീസ് പൂർണ്ണമായി മുഖവിലക്കെടുത്തിട്ടില്ല. അതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് പേടി ഗോവിന്ദച്ചാമിയെ പോലെയുള്ള കൊടും കുറ്റവാളികളെയല്ല, എറണാകുളം, തൃശൂർ, കോട്ടയം ജില്ലയിലെ ഗുണ്ടകളെയാണ്. 88 ഗുണ്ടകളാണ് ഈ 3 ജില്ലകളിലെ നിന്നായി ഇവിടെയുള്ളത്. 30 കേസുകളുള്ളവരുള്ള ഗുണ്ടകൾ ഇക്കൂട്ടത്തിലുണ്ട്. മിക്ക സമയത്തും ഇവർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതാണ് ഉദ്യോഗസ്ഥരുടെ തലവേദന. അതിനിടെ ഗോവിന്ദച്ചാമി ജയിൽ ചാടി സംഭവത്തിൽ പരിശോധനാ വിഷയങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രത്യേക അന്വേഷണത്തിന് നിയോഗിച്ച സമിതി അംഗമായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നു. ജയിലുകൾ സന്ദർശിച്ച് തയ്യാറാക്കുന്ന സമഗ്രമായ റിപ്പോർട്ടുകളായിരിക്കും സർക്കാരിന് നൽകുക. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു.